ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് സീസൺ 8ൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് റിവ്യൂവർ രേവതി. അത്യാവശ്യം ഗെയിം എന്താണെന്നും എങ്ങനെ ഗെയിം കളിക്കണമെന്നും ഒക്കെയുള്ളൊരു ഐഡിയ ഉള്ള വ്യക്തിയാണ് രേവതി. അപ്പോൾ രേവതി വന്നാൽ എങ്ങനെയിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. സെക്കൻഡ്, നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന റോഹൻ. അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുകയും അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ഐഡിയാസൊക്കെ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ്, നമുക്ക് ശ്രീവിദ്യ മുല്ലശ്ശേരി. നമുക്ക് സ്റ്റാർ മാജിക്കിലൂടെ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ശ്രീവിദ്യ വന്നാൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ പറയൂ. പിന്നെ നമ്മളുടെ വിനു. ഈ ഒരു സീസൺ 7 കൊണ്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വിനു. വിനു വന്നാൽ എങ്ങനെയായിരിക്കും? ആൾക്കും അത്യാവശ്യം ബിഗ് ബോസ് എന്താണെന്നും എങ്ങനെയാണ് ഗെയിമെന്നും ഒക്കെ അറിയുന്ന ഒരു വ്യക്തിയാണല്ലോ. പിന്നെ ആക്ടിവിസ്റ്റായിട്ടുള്ള ശീതൾ. അത്യാവശ്യം ആൾക്കും നന്നായിട്ട് സംസാരിക്കാനും കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആൾ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സജീവമായിട്ട് നിൽക്കുന്ന ജാസിയെക്കുറിച്ചും ബിഗ് ബോസിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും ആളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി, ഗെയിംസ് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അടുത്തതായി നമ്മളുടെ സ്വാസിക. സീരിയലും സിനിമയിലുമായി നിരവധി വേഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള സ്വാസിക വന്നാൽ എങ്ങനെയിരിക്കും? ആളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്തായിരിക്കും? കമൻറ്റ് ചെയ്യൂ. അതിനുശേഷം വരദ. നമുക്ക് വർഷങ്ങളായി സീരിയലിലൂടെ കണ്ടുപരിചിതമായ മുഖമാണ്. വരദ എത്തിയാൽ എങ്ങനെയുണ്ടാവും? ഇത് ജസ്റ്റ് നമ്മളുടെ ഒരു ഇനിഷ്യൽ പ്രഡിക്ഷൻ ലിസ്റ്റാണ്. ഇവരിൽ ആരെയൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഇനി ഇതല്ലാതെ നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് എന്താണ്? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. എന്തായാലും സീസൺ 8 നമുക്ക് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ?